നീ എന്തിനിപ്പോ ഓടിയേ? ഞാനോ? ശരിയാണല്ലോ, ഞാനെന്തിനാ ഓടിയത്? അത് എന്നോടാണോ ചോദിക്കണേ? ഓനോടി ഉണ്ടല്ലോ ഞാൻ ഓടിയത്. ഓനാരാ? ഓൻ ഇവനോ? ഏച്ചിക്കറിയോനെ? ഡോ ഇങ്ങോട്ട് വാടോ. പേടിക്കണ്ട, പോര്. ഏച്ചൊന്നും ചെയ്യില്ല. അതിവിടെ രാവിലെ മുതൽ പെട്ടു ഒരു പാവം പയ്യനാന്ന്. ഓന്റെ ഫോൺ ഒരു വണ്ടി വെച്ച് കളഞ്ഞു പോയി, അത് തപ്പി ഇറങ്ങിയതാ. ഡോ താൻ എവിടെന്നാ? എറണാകുളം. തന്റെ പേരെന്താ? ഷാനു. ഇവിടെ കുറച്ച് പൈസ വാങ്ങാൻ വന്നതാ. നിന്നോട് ഞാൻ ചോദിച്ചോ? അത് പിന്നെ ഓൻ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ചേച്ചി വെച്ച് ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിട്ടാ. നീ വല്ലതും കഴിച്ചോ? ഇല്ല ചേച്ചി, ഇത്രയും നേരം നിലത്ത് നിൽക്കാത്ത ഓട്ടായിരുന്നു. ഇപ്പൊ നല്ല വിശപ്പ്. ഇതിനേക്കാ വിശപ്പുള്ള കൊറേ പേര് ആ വഴിയിലുണ്ടാവും. അവർക്കൊക്കെ കൊടുത്തിട്ട് നീ കഴിച്ചാ മതി. നാരായണേട്ടന്റെ ഓട്ടോയില് ഫുഡ് ഉണ്ട്, അങ്ങനെ മാനാഞ്ചലിൽ കാണും. നീ അങ്ങോട്ട് വേഗം ചെല്ല്. അല്ല അപ്പൊ ഈ ചക്കര കാര്യോ? അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ പോടല്ലേ? ഓ ഒന്ന് പോവെന്റെ കണ്ണപ്പാ. എന്നാ പയ്യെ പിന്നെ പോയിട്ട് വരാം. പിന്നെ നമ്മുടെ നാരായണേട്ടന് ഇടയ്ക്ക് വിടാറുള്ള പണ്ടിട്ട് മമ്മാലില്ലേ, പുള്ളിയുടെ ഓട്ടോയിലാ ഫോൺ പോയത്. ശരി. അപ്പൊ ശരി, എന്നാ ഞാൻ പോയി ഫുഡ് കൊടുത്തിട്ട് വരാം. ധൈര്യമായിരിക്കേ, കടിയുമ്പോ വിളിച്ചാ മതി, ചേച്ചി കണ്ടുപിടിച്ച് തരും. ശരി ചേച്ചി. ഞാനൊരു കുഴപ്പക്കാരനൊന്നുമല്ല. എൻ്റെ ഉമ്മയുടെ ആശുപത്രി ആവശ്യത്തിന് ഒരാളിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങാൻ വേണ്ടി വന്നതാ. അവരുടെ നമ്പർ ആ ഫോണിലായിപ്പോയി. അവരുടെ അഡ്രസ് എനിക്കറിയില്ലേ? ഇല്ല, എനിക്ക് നമ്പർ മാത്രമേ തന്നുള്ളൂ. അല്ല രാവിലെ താൻ എന്തിനാ ഓടിയത്? അത് പിന്നെ പോവാലെന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ചപ്പോ ഞാനാകെ പേടിച്ചു പോയി, അതാ. വാ വാടോ, തനിക്ക് ഫോൺ വേണ്ടേ? അപ്പൊ കേറ്. ഞാൻ ആ മോയിലപ്പുറം ബസ് സ്റ്റോപ്പിലുണ്ട്. ശരി. എടാ, എന്നെ ചുമക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ നിന്നെ ചുമക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക്. അല്ല ഇപ്പൊ ഇങ്ങനെ കിടന്നാ മതിയോ? പോണ്ടേ? ഷാജേട്ടാ, എന്താടാ? ഒരു ചെറിയ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. അവനെ അലീക്കയുടെ കുണ്ടന്മാര് മാന്തിയായിരുന്നു. അവിടെ നിന്ന് അവൻ ചാടിപ്പോയി. അവന്മാര് പിന്നാലെ തന്നെ ഉണ്ട്. ഇനിയും മാന്താൻ ചാൻസ് ഉണ്ടെന്ന. നമ്മുടെ പിള്ളേര് മൊത്തം പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ അവൻ പേടും ഷാജേട്ടാ. നമുക്ക് മാവൂരോടൊന്ന് കറങ്ങാം. പോലീസിലൊന്ന് വിളിച്ചു പറഞ്ഞാല്. സുധാകരേട്ടാ, മമ്മാലിക്ക് ഇതുവഴി വന്നോ? ഇല്ലല്ല മോളെ, ഇതുവഴി കണ്ടില്ലല്ലോ. എന്തേ? ഇല്ല, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഫോൺ വിളിച്ചു നോക്കിയിരുന്നോ? ഇല്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാൽ ആള് വീട്ടിൽ കാണും. എന്നാ പോയി നോക്കട്ടെ. സർ, ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പാലത്തിന്റെ അടിയിലുണ്ട് സാർ. ശരി സാർ. ഓക്കെ സാർ. സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാബ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവനെ പിടിച്ചു കൊടുത്ത പൊന്നും വിലയാ. മേക്കപ്പ് ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, ജീവൻ ഉണ്ടാവണം. ഓക്കെ സാർ. ആ പാലം വഴി എടുത്തു. ശരി. ഓക്കെ. അവൻ ഇപ്പൊ പൊക്കിയ ഡീലിനേക്കാൾ കൂടുതൽ പൈസ ബാബ തരും. അവൻ ഈ സിറ്റി തന്നെ ഉണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറങ്ങി നോക്കാം. എവിടെ കണ്ടാലും വിടരുത്. അക്ക, ഈ മുങ്ങുന്നരെ പിടിച്ചു കൊടുത്ത ഡീലിനേക്കാൾ കൂടുതൽ കാശ് കിട്ടുമെങ്കിൽ നമുക്കതങ്ങ് സ്ഥിരമാക്കിക്കൂടെ? എന്ത്? ഈ മുങ്ങുന്നര പൊക്കലേ. ഈ ഡീലിന് വരുന്നവരൊന്നും അങ്ങനെ മുങ്ങാറില്ല. മുങ്ങിയവരിട്ട് പൊങ്ങിയിട്ടുമില്ല. ആ വിശ്വാസത്തിന്റെ പേരാണ് ബാബ. നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ അവനെ പൊക്കിയിരിക്കും. വണ്ടി എടുക്കുന്നു. അതെ, നീ പോർത്തില്ലേ? പിന്നെ തള്ളണ്ടേ? നീ അങ്ങോട്ട് പറയിപ്പിച്ച് തള്ളിക്കേ. ഓ, ഇവിടെ ഇരുന്ന് തള്ളാൻ നിങ്ങൾ തള്ളിയില്ലെങ്കിലും കാര്യം തരാം. അതുപോലത്തെ ഒരു തള്ളു ശരിക്കും ആഞ്ഞു പിടിച്ചോ. എന്നല്ലടാ, വണ്ടി തള്ളടാ. തളിക്കോ, പിടിച്ചോ. അവിടെ ഇവിടെ സ്റ്റാർട്ടായി. ടൈമില്ലാണ്ട് സ്റ്റാർട്ടാവണം. വണ്ടി ഓഫായി പോവും.
ശരിടാ, വിളിക്കണം. സംഭവം ചെറിയായിട്ടാ. എന്താടാ ബാബ കോഴിക്കോട് തന്നെ ആയിട്ടുണ്ട്. ഇനി എത്തിക്കളി നോക്കിട്ട് പോരെ. മണ്ണ് പറ്റുന്ന കേസാണെങ്കിൽ വിട്ടേക്കാട്ടാ, വെറുതെ പണി മേടിച്ചു കൊടുത്തു. ചായ ഇനി കയറി കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് മറ്റേ ബാക്കി പണി കിട്ടും കേട്ടോ. വേണ്ട, വിട്ടേക്കാം. ഇതാ വീട്. മോളെ വാപ്പിച്ചില്ലേ? വാപ്പിച്ച് നോക്കി ചേച്ചി വന്നിക്കണേ. എന്താ മോളെ? മമ്മാലിക്കില്ലേ? ഇക്ക ഇപ്പൊ പുറത്തേക്ക് പോയുള്ളൂ. എന്താ കാര്യം? ഒന്നുമില്ല. ഇത് ഷാനു. രാവിലെ ഇവന്റെ ഫോണ് ഇക്കാന്റെ ഓട്ടോയില് വെച്ച് മറന്നുപോയി. അതിപ്പോ കിട്ടിയോന്നറിയാൻ. എന്റെ പടച്ചാനേ, ഇങ്ങടെ ഫോണായിനോ അത്? ശരിക്കും വെറുതെ ഞാൻ എന്റെ ഇക്കാനെ സംശയിച്ച് മീനും വാങ്ങി തന്നിട്ട് ഇപ്പൊ പോയുള്ളൂ. വഴിയിലിടയില് കാണും. എന്നാ ശരി താ. ശരി. പടച്ചാനെ, അത് കച്ചവടാക്കിട്ടുണ്ടാവോ? നടക്കാവ് പോലീസ് സ്റ്റേഷൻ. സത്യസന്ധനും സർവോപരി നമ്മുടെ എല്ലാ അഭിമാനവുമായ ശ്രീ പണ്ഡിറ്റ് മമ്മാലിയെ പുകഴ്ത്താൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഈ സത്യസന്ധതയെ ഈ കോഴിക്കോട് നഗരം മുഴുവനായി ആദരിക്കുകയാണ്. ഇനി ഇദ്ദേഹമാകട്ടെ നമ്മുടെ ഒക്കെ മാതൃക. മമ്മാലി, നമുക്കൊരു സെൽഫി. ഹലോ മോട്ടോ. ഇപ്പൊ 500 നോട്ട് എടുക്കുന്ന 5 ഇല്ലാട്ടാ. 500 പഴയ കളിയടാ. ഇപ്പൊ 1000 കൊടുത്തിട്ടും കാര്യമില്ല. എന്ത് നല്ല പോലീസ് സ്റ്റേഷൻ. പ്രതികൾ പോലീസ് സ്ഥലത്ത് പറയുന്നു. കൊള്ളാം. സാറേ, ഇവൻ നമ്മളെ കുഴപ്പിക്കുന്ന തോന്നുന്നു. അവനെ കൊണ്ട് ഇറക്കി വിട്. നീ ഇവിടുത്തെ കമ്പിക്കോട്ട് ഇടിച്ച് ഞങ്ങൾക്കൊണ്ട് പണിയാൻ നോക്കല്ലേ? ഇനി നീ എന്താന്ന് വെച്ചാൽ കാണിക്കും. ആളറിയാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഇടിയാണ്. എന്താ ഒന്നുമില്ല സാറേ. എന്താ കാര്യം? വില്ലേജ് ഓഫീസറിന് കയറി മാറി കയറിയതാ. പിന്നെ സമാധാനായി. Hello, Mr. Tank. I am off. Immediately coming. And the pickup. Okay? This is the sport is Modelekolam. Okay. സാറേ, നമുക്ക് ട്രാഫിക്കിലെ CCTV ഫുട്ടേജ് ഒന്ന് നോക്കിയാലോ? എന്തെങ്കിലും തുക കിട്ടിയാലോ? താൻ എന്താടോ പറയണേ? അതിനിതൊരു ഒഫീഷ്യൽ ഓപ്പറേഷൻ ഒന്നും അല്ലല്ലോ. ലോക്കലിൽ സഹായം ചോദിച്ചാ പിന്നെ നമ്മളെന്തിനാ? ബാക്കി അവന്മാരെ നോക്കിക്കോളും. ജീവനോടാ പന്നിയുടെ മോനെ കൈ കിട്ടിയ കെട്ടി തൂക്കി കരുക്ക് പൊട്ടിച്ചിട്ടേ ബാബയ്ക്ക് കൊടുക്കും. ഞാൻ ഫിറ്റായി വെളിയിക്കെട്ടി ഞാൻ തന്നെ അങ്ങ് ഫിറ്റാക്കി കെട്ടിയാണ്. ഇത് പഴയ റോപ്പായോണ്ടാട്ടോ. നാളെ പോലെ നല്ല റിച്ച് റോപ്പ് കൊണ്ടുവരണേ. കുലിക്കല്ലേ കുലിക്കൊള്ളു. ഞാൻ കുലിക്ക് സർബത്ത. ഉതിപ്പോ ഈ വണ്ടി കൊടുത്തിട്ട് വേറെ വല്ല വണ്ടിയും മേടിക്കും. എന്റെ മോനെ എത്ര പേര് ചോദിച്ചാണെന്നറിയോ? കൊടുക്കൂല മോനെ വണ്ടി. ആർക്കും കൊടുക്കരുത് കേട്ടോ ഈ വണ്ടി. ഇവ ഒറ്റയ്ക്കിടന്ന് അനുഭവിക്കും. ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സൈഡ് ഓക്കെ ഉണ്ട്, പക്ഷെ
സാധാരണ വണ്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആകണമെങ്കിൽ ബാക്കിൽ നിന്ന് തള്ളണം. പക്ഷെ ഈ വണ്ടി ഉണ്ടല്ല, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നല്ല വെള്ളം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തന്റെ ഫ്രണ്ടിൽ നിന്നുള്ള തളർത്ത് വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. ഇതിലിപ്പോ ഏതാണ് പഞ്ചർ? ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം. ഇവിടെ മനുഷ്യൻ രാവിലെ മുതൽ പട്ടിണി. അവനൊക്കെ കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് കുടിച്ചിട്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ പോകും. ഇവനായിട്ടെങ്ങാനും ജനിച്ചാ മതി. നമുക്ക് വണ്ടി അക്ക നമ്മുടെ കാശ് കൊടുത്തിട്ട് ഇട വന്ന് തള്ളു. കൈ വെച്ചപ്പോഴേ സ്റ്റാർട്ടായി. വേഗം എന്റെ കൈന്റെ കുഴ വളഞ്ഞില്ലെങ്കിൽ നേരെ പോ. വളഞ്ഞു കണ്ടു സംഭവിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകും. ഞാൻ ഗീർ വീണ്ടും എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ, വളവാണേ. ഡോറ് തുറന്നു പോരുതേ. എന്ത് പറ്റി? ഞാൻ രാവിലെ മുതൽ പറയണ ഡീസൽ തീരാറായെന്ന്. മൊത്തം തീർന്നു. എന്താന്ന് വെച്ചേ എന്റെ കർത്താവേ, എന്തൊരു പരീക്ഷണമാ. ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടെ പോകാനാണ്? ചായക്കട ഉണ്ടാവോ? അതെ, ഡീസൽ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇതേ കഴിച്ചാലോ? അവന്റെ ഒടുക്കത്തെ തീറ്റം. ഇടങ്ങേറി കയ്യിൽ നിന്ന് പോയപ്പോഴാശ്വാസമായി. ഓ, അതല്ലേ ആള്? അത് എന്നാ ചെല്ല്. ഇക്ക, നിങ്ങൾ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു. ഇന്ന് രാവിലെ ഇക്കടെ വണ്ടി കയറിയില്ലേ, അപ്പൊ എന്റെ ഫോൺ വണ്ടിയിൽ വെച്ച് മിസ്സായി പോയി. അത് മോന്റെ ഫോണായിരുന്നാ? നല്ല വർക്കത്തുള്ള ഫോണായിരുന്നു. നിലത്ത് വെക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. എന്നടുത്ത് കൊടുക്ക. ആ, അത് നമ്മ ഇപ്പൊ കൊടുത്തേ ഉള്ളൂ. കൊടുത്താ? എവിടെ കൊടുത്ത്? പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനില? ആ, പോലീസ് സ്റ്റേഷനിലല്ല, അവിടെ കിടന്ന പോലീസ് ജീപ്പിലിട്ടിട്ടുണ്ട്. നമ്മളെ പോലെ കുടുംബത്തിൽ പിറന്നവർക്ക് പോലീസ് സ്റ്റേഷനിൽ കേറാൻ പറ്റൂലല്ല. ചതിച്ചല്ലേക്ക. എനിക്ക് എന്റെ ഫോൺ കിട്ടണം. അയ്യോ, ഇനി എടുക്കാൻ പറ്റൂല. എന്താണ് ഈ ചെക്ക രാവിലെ മുതൽ ആ ഫോൺ തെരഞ്ഞു നടക്ക? ഒന്ന് പോയി എടുത്തു കൊടുക്ക്. ഇനിയിപ്പോ അത് എടുക്കാന്ന് പറഞ്ഞാല് പോലീസ് സ്റ്റേഷനിൽ പോണം. ഒന്ന് ചെല്ലെന്റെ വേണമെങ്കിൽ ഇയാളെ കൂട്ടിക്കോ, എന്നിട്ട് ആ ഫോൺ ഒന്ന് പോയി എടുത്തു കൊടുക്ക്. മോളെ, അത് ഈ ഹെൽമെറ്റ് ഒക്കെ ചെല്ലിക്ക. എന്തിനാ പേടിക്കുന്നേ? പേടിയാ എനിക്കാ. കടമറ്റത്ത് കത്തനാരി എസ്റ്റിയെ പേടിപ്പിച്ചത് കാക്കി കാണിച്ചല്ല, പേടി കൊണ്ടാ. ആ പേടി പണ്ഡിറ്റ് മമ്മാലിയുടെ രക്തത്തിലില്ല. ഓരും കാക്കി, നമ്മളും കാക്കി. കേറ് മോനെ. പോയിട്ടോ, തിരിച്ചു പോകുന്നതിന് മുന്നേ മീറ്റ് ചെയ്യും.